യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏവരെയും രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വാസത്താലുള്ള നീതീകരണം പുതിയ നിയമം ഇതാണ്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള നിയമം തന്നതാ. ആ നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും മരിച്ചടക്കപ്പെടുമ്പോൾ, ആ നിയമത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടപ്പോൾ പുതിയ നിയമം എന്താണെന്ന് പറയാമോ? ആ നിയമത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ, ആ പാപഭരണത്തിൽ നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റ് മരിച്ച യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ് തെളിയിക്കുന്നതാണ് പുതിയ നിയമം. അയ്യോ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമമാണ് സത്യം. പഴയ നിയമം എന്താണ്? പുതിയ നിയമത്തിന്റെ നിഴൽ മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലാണെങ്കിൽ പുതിയ നിയമം പഠിച്ചതിന് ശേഷം വേണം പഴയ നിയമം വായിക്കാൻ. എന്നാൽ നോക്ക പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു മരിക്കുമ്പോൾ സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു ക്രിസ്തു തിരികെ വാങ്ങി. അബ്രഹാം പിതാവ് മരിച്ചിട്ട് എവിടെയാക്കുന്നത്? പാതാളത്തിലേക്കായി പോയത്. പാതാളത്തിന്റെ താക്കോൽ ആരുടെ കരങ്ങളിലായിരുന്നു? സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരവർഗം കവർന്ന് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരികെ വാങ്ങി. ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന പാതാളം തുറന്ന് അവനെ സ്വതന്ത്രനാക്കി. യേശു ക്രിസ്തു മരിക്കുമ്പോൾ ഇതാ യെരുശലേമിലെ കല്ലറകളെ തുറക്കപ്പെട്ട് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അനേക വിശുദ്ധന്മാര് ആ യെരുശലേമിൽ പ്രത്യക്ഷപ്പെട്ട് എഴുതിയിരിക്കുന്നത് സാത്താന്റെ അധികാരത്തിൽ കിടന്ന പാതാളത്തെ അവൻ തുറന്നു എന്നുള്ളതിന്റെ അധികാരമാണ്, അതിന്റെ മുദ്രയാകുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു ക്രിസ്തു മരിച്ചു, അവൻ അടക്കപ്പെട്ടു, പൗരോഹിത്യം നീക്കപ്പെട്ടു. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശു ക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. നമ്മൾ ആദ്യം പാടിയ പാട്ട് എന്താണ്? രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. അതേ ദേശനിവാസികളെ, യേശു ക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് വാനമേഘത്തിൽ ആരവത്തോടും മഹാകാഹളത്തോടും കോടാനുകോടി ദൂതന്മാരുടെ ഉത്സാഹത്തോടും കടന്നു വരുമ്പോഴേ നിങ്ങൾക്ക് അവന്റെ മുമ്പിൽ നിൽപ്പാൻ ധൈര്യമുണ്ടാകട്ടെ. നിങ്ങൾ ഏത് ജാതി മതമല്ലേ, പള്ളിയിലച്ഛനോ തിരുമേനി ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടണം. അതേ മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തിക്കും ദൈവത്തിലേക്ക് തിരിയുവാൻ കഴിയത്തില്ല. നിന്റെ പൊന്നും വെള്ളിയും എനിക്ക് ആവശ്യമില്ല, രാഹുകാറ്റിൽ നിന്ന് പോലും രക്ഷിപ്പാൻ നമ്മുടെ മതപുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടുമില്ല.